രാവിലെ ഒന്നും കഴിച്ചില്ലേ? അപ്പന് വലുതാണോ പറ്റൂടെ? അതിനിപ്പോഴെങ്ങാനും വലുതാവണ്ടേ? എനിക്കറിയാം, എനിക്കിനി പ്ലെയിനിൽ കയറാൻ ഒക്കത്തില്ല. പതുക്കെ പതുക്കെ വെള്ളം തെറിപ്പിക്കാം. കണ്ണു ചേട്ടൻ നിന്നോ? വാ. അപ്പന് പേടിയല്ലേ? അപ്പുകുട്ടൻ എത്ര പ്ലെയിനിൽ കയറുന്നു? നമ്മൾ ഒരുമിച്ച് പ്ലെയിനിൽ കയറി ഒരു പോക്കുണ്ട്, നോക്കിക്കോ. അപ്പു എന്താ അമ്പിളി? അതെ, അപ്പോഴുടനെ പ്ലെയിനിൽ കയറാൻ പറ്റും. എങ്ങനെ? അക്കരക്കാട്ടിലെ പൂ പറിക്കാൻ കുറിഞ്ഞിപ്പുഴ കടക്കാൻ ശ്രമിച്ച രാജകുമാരൻ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോയി. 2-ാം ദിവസം കുറിഞ്ഞിക്കയത്തിന്റെ തെക്ക് ഭാഗത്ത് രാജകുമാരന്റെ ശവശരീരം വന്നടിഞ്ഞു. സങ്കടം സഹിക്കവയ്യാതെ രാജകുമാരന്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇനി ഒരു കുഞ്ഞിനും ഈ അവസ്ഥ വരരുതെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞു. ദയ തോന്നിയ താഴേക്കാവിലമ്മ പ്രത്യക്ഷപ്പെടുകയും കുറിഞ്ഞിപ്പുഴ കടക്കാൻ ഒരു ജന്മത്തിൽ ഒരാൾക്ക് മാത്രം അനുവാദം കൊടുക്കുകയും ചെയ്തു. അയാൾ പുഴ കടന്ന് പറിച്ചു കൊണ്ടുവരുന്ന പൂവ് ദേവിയുടെ നടക്കൽ വെച്ച് പ്രാർത്ഥിച്ചാൽ കുട്ടികളുടെ, ശ്രദ്ധിക്കണം, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഏതാഗ്രഹവും ദേവിക്ക് ഇഷ്ടപ്പെട്ടാൽ, വീണ്ടും ശ്രദ്ധിക്കണം, ദേവിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ജന്മത്തിൽ ദേവീ പ്രസാദം കിട്ടി പുഴ കടക്കാൻ യോഗ്യതയുള്ള ആ ഒരാൾ ഈ ഞാനാണ്. സുശീലൻ ചേട്ടാ, നമ്മൾ ആഗ്രഹിക്കുന്നത് ദേവിക്ക് ഇഷ്ടാവെന്ന് എങ്ങനെ അറിയും? അത് ദേവിയോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇവിടെ ആദ്യം നീ പൂ വാങ്ങി ദേവിയുടെ മുമ്പ് വെച്ച് പ്രാർത്ഥിച്ച ആഗ്രഹം പറ. അത് നടന്ന ദേവിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ കുന്തം അവിശ്വാസികളെ ദേവി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ചില സാക്ഷ്യങ്ങൾ. ഗോപുദീപു, ഞങ്ങൾ കഴിഞ്ഞ എക്സാമിന് അക്കരക്കാട്ടിൽ നിന്ന് സുശീലൻ കൊച്ചണ്ണൻ പറിച്ചോണ്ട് വന്ന പൂ വെച്ച് താഴേക്കാവിൽ പ്രാർത്ഥിച്ചു. ആ എക്സാമിന് ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. അതുമാത്രമല്ല, ഇത് പുച്ഛിച്ചു തള്ളിയ ഒരു 8-ാം ക്ലാസ്സുകാരൻ അക്കൊല്ലത്തെ വലിയ പരീക്ഷയ്ക്ക് തോൽക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ അക്കരക്കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടുവരുന്ന പൂ വാങ്ങി താഴേക്കാവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. ദിവസത്തിൽ ഒരു തവണ മാത്രം ഞാൻ ഈ പുഴ കടക്കും. അതും രാവിലെ ഒരു 8:30 ആവും. അതിനു മുമ്പ് ഓർഡർ തന്നാൽ നിങ്ങൾക്ക് പൂ കിട്ടും. പിന്നെ ഈ പുതിയ പിള്ളേർ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഐതിഹ്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. അപ്പോ ഞാൻ പുഴ അടക്കാൻ പോവാണ്. ആർക്കൊക്കെ പൂ വേണ്ടത്? പിന്നെ ഈ പുതിയ പിള്ളേർക്ക് ദക്ഷിണയുടെ കാര്യം അറിയാത്തതുകൊണ്ട് അതുകൂടെ പറഞ്ഞേക്കാം. 3 പൂവാണ് ഒരു സെറ്റ്. ഒരു സെറ്റിന് വെറും 20 രൂപ മാത്രം. അയ്യോ, 20? അയ്യോ, നിന്ന് കഞ്ഞിക്കണക്ക് പറയാതെ പോയി കട്ടോ മോട്ടിച്ച് 20 രൂപ കൊണ്ടുപോടാ. പോടാ പോ. അയ്യേ, 20 രൂപ ഇല്ലാന്ന് വരും. പക്ഷേ എന്റെ ആഗ്രഹം സാധിക്കാൻ വേണം കാശുമില്ല. ഇതെവിടുന്ന? അച്ഛന്റെ കയ്യിന്ന് സ്കൂളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങിയതാ. ആഗ്രഹമൊന്നുമില്ലേ? 2, 4, 6. അപ്പൊ 6 പേർക്കല്ലേ? ഗോപുദീപു കാശ് മേടിച്ചോ? പൈസ ശബരിമല മുറ കാത്തോളി. അയ്യോ, എന്ത് പറ്റി? എടാ, ഞാൻ പ്രാർത്ഥിച്ചാണ്. ഏടിപ്പെടുത്താനായിട്ട് പൂവെല്ലാം കൂടെ എന്റെ നെഞ്ചത്ത് നോക്കേണ്ടി വന്നില്ല. അതെ, ഈ സുശീലൻ കൊച്ചടം പറഞ്ഞൊക്കെ ശരിയായിരിക്കും. ശരിയാണ്, എനിക്ക് അനുഭവമുണ്ട്. വിശ്വസിച്ച് പതിവില്ലാത്ത അടിയൊഴുക്കാണല്ലോ ഇന്ന്. ദേവി, എല്ലാരും നോക്കുന്നു. ഇതിനെക്കാളും പണിയെടുത്ത് ജീവിക്കുന്ന എന്നാ നല്ലത്. ഇതെന്ത് പോയത്? ദേവി ശബരിമല മുറ.
സുശീലൻ കൊച്ചേട്ടാ എനിക്കുള്ള പൂ. പ്രാർത്ഥിച്ചിട്ടേ തരത്തുള്ളൂ. ശബരിമല മുര. ആ, ദാ, ധൈര്യമായി കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചോളൂ. ബഹളം കൂട്ടല്ല, കാശ് നിന്ന് എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. ശരി കൊച്ചേട്ടാ, ആരും ധൃതി വെക്കരുത്. സുശീലൻ കൊച്ചേട്ടാ, ഈ ജന്മത്തിൽ സുശീലൻ കൊച്ചേട്ടന് മാത്രമേ ഈ പുഴ കടക്കാൻ പറ്റത്തോളന്നല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ എന്റെ മാമൻ ഇവിടം കടന്നിട്ടുണ്ടല്ലോ. ഈ പുഴയാ? ഈ പുഴ നിന്റെ മാമനിപ്പോ എവിടെയുണ്ട്? ഗൾഫില്. അതാ കണ്ടില്ലേ ദേവിയുടെ ശക്തി. ഞാനല്ലാതെ ആരെങ്കിലും ഈ പുഴ കടന്നാൽ നാട്ടിൽ നിർത്തില്ല ദേവി, ഓർത്തോ? വാടാ. വായും പൊളിച്ചോണ്ടിരിക്കാതെ. ദേവി, എത്രയും പെട്ടെന്ന് അപ്പൊരു പ്ലെയിനെ കയറാൻ പറ്റണേ. അമ്പിളി, ദേവിക്ക് ഇഷ്ടപ്പെടുമായിരിക്കുവോ? എന്റെ അപ്പു ഭയങ്കര ശക്തിയുള്ള പൂവാ അക്കരക്കാട്ടില്. അത് ദേവിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പുവിന്റെ ആഗ്രഹം എന്തായാലും ദേവി സാധിച്ചു തരും. ഉടനെ നോക്കിക്കോ. രാവിലെ പണിക്കും പോവാതെ കുടിച്ച് ലക്കേട്ട് പോയി കുടുംബം നോക്കടാ. രാവിലെ 10 മിനിറ്റ് നോക്കിയാ നിങ്ങള് പോയില്ലായിരുന്നു? ഒരു കാര്യം ചെയ്, ആ പ്രസിഡന്റ് എവിടെ നിന്ന് 2 സിപ്പ് പോകാൻ കഴിച്ചു. സിപ്പപ്പോ? നീ ഇപ്പൊ പോന്നോ അതോ അതും ക്യാൻസൽ ചെയ്യണോ? കാലം കുറെ ആയി. കൈമടക്ക് കുറച്ച് കൂട്ടി തന്നെ കൊച്ചേട്ടാ. നിന്റെ കൈമടക്ക് കാലുമടക്കി ഒന്ന് തന്നാണ്ടല്ലോ. പോടാ, ഷാപ്പിന്റെ മുമ്പ് അനാവശ്യം പറയണം. സാക്ഷ്യം പറയാൻ വേറെ ആളെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ ഈ നക്കാപ്പിച്ചയ്ക്ക് നിന്നെയൊക്കെ കിട്ടും. രമണ, ഒരു കുപ്പി മൂത്തത്. ഇത് അത്ര നല്ല ശീലമല്ല. മദ്യപാനം ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് ഇനി കൊച്ചവ്വ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ, അല്ലേ? മദ്യപാനം മാത്രമല്ല, പിള്ളേരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഏർപ്പാടും ഇഞ്ചുറി ഉണ്ടാക്കും. എന്തോ എന്തോ പറഞ്ഞു? അകത്തുനിന്ന് ആരെ വിളിച്ചപ്പോ വിളിയേട്ടതാണ്. അയ്യോ, ഇവിടെ വിളിയാക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ? ആൾക്കാര് അഞ്ചു, സുഖമല്ലേ? കൊച്ചവയ്ക്കോ? ഓ, സുഖം. സുഗുണ, കുഞ്ഞിന് സുഖമല്ലേ? ശരിയെന്നാ. പോവാം. ആ, അങ്ങനെ സംഭവം മനസ്സിലായില്ലേ? കാല് ശരിക്കിട്ടോ പതപ്പിച്ചേ. അവിടെ കുറച്ചു നേരം അവിടെ ഇരുന്നോ. അപ്പോ ഞാൻ കണ്ടോ, കണ്ണൻ ചേട്ടൻ എന്താ അസലായിട്ടാ നീന്തുന്നത്? വാ ആടാ. അവന് പേടിയാ, പേടിച്ചൂറി. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അല്ലേ അപ്പു? നിങ്ങൾ നോക്കിക്കോ, അപ്പു ആയിരിക്കും നാളത്തെ താരം. നമ്മളൊന്നും ചിരിച്ചു കളയരുത്, നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. പൗലോ കോയിലോ പറഞ്ഞ എന്താണെന്നറിയാവോ? എന്നാ പറഞ്ഞേ? മോളെ എന്നാ പറഞ്ഞേ? അല്ല, ഈ മനസ്സിലൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കുന്നു, അല്ലേ? അതെ, ഞാനിത് കുറെ നാളായിട്ട് കേൾക്കുക. അന്ന് മുതൽ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിലേ പ്ലാവേ കയറി കല്ലിയെത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കക്ഷി കൂടെ നിൽക്കുവോ? കൂടെ നിൽക്കുവോ? മോനെ സുജീഷ്, വാ ചോദിക്കട്ടെ. അല്ല, ഇങ്ങനത്തെ വലിയ വലിയ ആഗ്രഹങ്ങൾ താങ്ങാനുള്ള ശേഷി നിന്റെ ഈ ചെറിയ ശരീരത്തിനുണ്ടോണോ? ഇമാതിരി ആഗ്രഹങ്ങളൊന്നും എന്റെ പൊന്നു മക്കളെ നിങ്ങൾ ആഗ്രഹിക്കരുത്.
വെറുതെ പൗലോ കോയിലേക്ക് പണി ഉണ്ടാക്കാൻ. സത്യത്തിൽ ആരാ കൊച്ചുപോയി പൗലോ കോയിലോ? കോയിക്കല പൗലോസ് അപ്പച്ചനാണോ? അത് പൗലോസ്, ഇത് പൗലോ. നമ്മുടെ പൗലോ കോയിലോ ലോകം അറിയുന്ന ഒരു നോവലിസ്റ്റാണ്. ഒരുപാട് നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരെണ്ണം വായിച്ചിട്ടുള്ളൂ, ആൽക്കമിസ്റ്റ്. അതിലാണ് പൗലോ കോയിലോ നമ്മുടെ ആഗ്രഹത്തെ പറ്റി പറയുന്നത്. മനസ്സിലായോ? ഇനി എല്ലാവരും നീന്തിക്കോ. അഞ്ചു പെട്ടെന്ന് പോവാണോ? ആ പോവാ. സുഗുണേട്ടൻ അവിടെ ചെന്നിട്ടേ കുറെ കാര്യങ്ങളുണ്ട്. നീന്തൽ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോകുന്നു? ഓ, ഇങ്ങനെയൊക്കെ പോകുന്നു. അടുത്തവണ മോനെയും പതുക്കെ തുടങ്ങാം. അയ്യോ, അവനെന്താ വളർന്നോട്ടെ. ശരി എന്നാ. ശരി. വേഗം വാ സുഗുണേട്ടാ. 5-6 കിലോ കാണും. ഇതിപ്പം ഇത്രമാത്രം ചിരിക്കാൻ എന്നാ ഉള്ളൂ? ഈ കൊച്ചവയുടെ ഒരു കാര്യം കൂടെ തോറ്റു. അപ്പൊ ഏതാണ്ട് പറഞ്ഞെന്നും വെച്ച് ഏതാണ്ടല്ല, പിന്നെ എനിക്കറിയാം. അവൻ ഭയങ്കര സീരിയസാ. അതിന് അതവന്റെ പ്രായത്തിന്റെ ഒരു എന്നതാ ചാബല്യങ്ങളല്ലേ. അതിന് കൊച്ചവ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതല്ല രാജീവേ, ഞാൻ അവന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കിയത്. അതാ എന്റെ ടെൻഷൻ. എന്റെ കൊച്ചവേ, എന്താ അവന്റെ ആഗ്രഹം? പ്ലെയിനേ കയറണം അല്ലേ? എന്തൊരാഗ്രഹമാണെന്ന് നോയിക്കോണേ. ഇവിടെ ഓരോ പിള്ളേരുടെ ആഗ്രഹങ്ങൾ മര്യാദക്കല്ല ഭക്ഷണം കിട്ടണം, നല്ല ഉടുപ്പിടണം എന്നൊക്കെയാ. അപ്പഴാ ഒരു തന്നെ ഫ്ലൈറ്റ് കയറ്റം. ആഗ്രഹങ്ങൾക്ക് വലിപ്പിച്ചെറുപ്പം ഇല്ല രാജീവേ, പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ. അപ്പൂന്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന്റെ മനസ്സ് അത് കുറച്ച് പ്രശ്നമാണ്. ഈ പ്രായത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങളും ഷോക്കുകളും പോലും അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചെന്ന് വരാം. ശരി, അങ്ങനെങ്കി അങ്ങനെ. അതിന് കൊച്ചവ്വ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ. എന്റെ കൊച്ചവ്വേ, നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്നവർക്കരെ കിട്ടും ശരാശരി 600 രൂപ മുതൽ 900 രൂപ വരെ ഒരു ദിവസം. ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ പോട്ടെ, മാക്സിമം 3000 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എറണാകുളത്തുനിന്ന് തിരുവനന്തപുരം വരെ പ്ലെയിനിൽ പോകാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. ഈ പറയുന്ന ശരാശരിക്കാരൻ കൊണ്ടുപോവോ 3 ദിവസത്തെ കൂലി മുടക്കിയിട്ട് മക്കളെ പ്ലെയിനിൽ കയറ്റാൻ? അത് പിന്നെ ഇല്ല രാജീവേ, ഭൂരിപക്ഷം പേരും കൊണ്ടുപോകത്തില്ല. അതവർക്ക് മക്കളോട് ഇഷ്ടമില്ലാത്തോണ്ടൊന്നുമല്ല. ആ 3000-ന് അതിനേക്കാൾ ആവശ്യമുള്ള മറ്റു പല കാര്യങ്ങളും കാണും. ഇപ്പൊ തന്നെ അപ്പൂന്റെ കാര്യം എടുക്കും. അവന്റെ അമ്മ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവന്റെ അപ്പൂപ്പൻ. ഈ പറയുന്ന നീ കൊണ്ടുപോകും. ഞാനോ? അത്രയും വിലയെ നമ്മൾ അവരുടെ ഇത്തരം ആഗ്രഹങ്ങൾക്ക് കൊടുക്കാറുള്ളൂ എന്ന് കരുതി പിള്ളേരുടെ ഏത് ആഗ്രഹം അങ്ങനെ അങ്ങ് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ അമ്പിളി അമ്മാവനെ വേണമെന്ന് പറഞ്ഞ അങ്ങനെ അങ്ങ് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുപോലല്ല അപ്പൂന്റെ സാഹചര്യങ്ങള്. അവന്റെ അച്ഛന്റെ മരണം ഞാനെന്നാ പൊട്ടകുത്തിക്ക് ഏതാണ്ട് പറഞ്ഞു കരുതി. അതന്നെ ഞാനും പറഞ്ഞു വിട്ടുകള കൊച്ചവേ. അത് ശരിയാവില്ലടാ. എന്നാ ഒരു കാര്യം ചെയ്യും, കൊച്ചവ അവനെ ഫ്ലൈറ്റേ കയറ്റ്, എന്നിട്ട് നേരെ അമേരിക്കയിൽ വിട്ടു. അല്ല വേണ്ട, ലണ്ടൻ മതി. ലണ്ടൻ ആകുമ്പോ വലിയ ചെലവില്ലല്ലോ. ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ കയറ്റി കൊടുക്കും. കാശ് കടം വാങ്ങിച്ചിട്ടാണേലും. നീ നേരത്തെ പറഞ്ഞില്ലേ ഈ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് 3000 ആകത്തുള്ളൂ. അതങ്ങോട്ട് മാത്രം. തിരുവനന്തപുരത്തെത്തി അവിടെ തന്നെ താമസിക്കാനാണെങ്കിൽ വണ്ടി കൂലി 3000 മതി. അതല്ല തിരിച്ചിങ്ങോട്ടുള്ള വരവും ഫുഡും എല്ലാം കൂടി 5000 കൂട്ടിക്കോ. നിന്റെ കയ്യില് കാശ് വലിയ ഇരിപ്പുണ്ടോ? കടമായിട്ട് 5000 അല്ലേ? തരാം. ഈ 5000-ന്റെ ഒറ്റനോട്ടം ഇറങ്ങിക്കോട്ടെ. തന്നില്ലാന്ന് കരുതിയേ ഞാൻ തോക്കാനൊന്നും പോകുന്നില്ല. 5000 രൂപ ഇക്കാലത്ത് അത്ര വലിയ തുകയൊന്നും അല്ല. കാരണവന്മാരൊന്നും കാണാൻ ഒന്നും പഴഞ്ചൊല്ലുണ്ടാക്കത്തില്ല. മോങ്ങാനിരുന്ന് എന്നാത്തിന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ എന്ത് കറക്റ്റാ? വേറെ ഒരു വഴിയില്ലേ? വേറെ വഴിയൊക്കെ ഉണ്ട്. അവനെങ്ങനെ നന്നായിട്ട് നീന്തുവോ? പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. നീന്തലിനോട് വല്ലാത്തൊരു താല്പര്യം പോലെ. അതെങ്ങനെ? എത്രയും പെട്ടെന്ന് പഠിച്ചാ അത്രയും പെട്ടെന്ന് ഫ്ലൈറ്റേ കയറ്റുന്നല്ലേ കൊച്ചവ കോച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നീന്തലിൽ അവന് നല്ല ടാലന്റ് ഉണ്ട്. എന്നാ പിന്നെ കൊച്ചവ പറഞ്ഞ പോലെ അവനെ ഏതെങ്കിലും ക്ലബ്ബുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരെങ്ങനെ എടുത്താലോ? അതിന് നിന്റെ ആരെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടോ ക്ലബ്ബുകൾ? ചിലപ്പോ ഉണ്ടെങ്കിലോ. നിനക്ക് വേറെ പണിയില്ലേ? എന്നാ സുശീലിന് മുമ്പ് ഷൈൻ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് പറഞ്ഞു കരുതി. എന്തായാലും സ്വിമ്മിംഗ് ക്ലബ്ബുകൾ ലോകത്തൊരിടത്തും ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. ഈ ഒളിമ്പിക്സ് ടീം സെലക്ഷൻ ഒക്കെ പോലെ എന്തെങ്കിലും ഒരു കേസ് തടഞ്ഞാലോ? എങ്ങനെ? തപ്പണം. ആണേ, തപ്പി എടുക്കണം. എവിടുന്ന്? ഗൂഗിളിൽ തപ്പാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ. തപ്പണം കൊച്ചവേ. ഗുളികൻ സമയത്തുമല്ല കൊച്ച വന്നത് പറഞ്ഞതെങ്കില് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്ലബും കാണും, അങ്ങനെ ഒരു ടീമും കാണും.
അയ്യപ്പദാസിന്റെ ടൈമും കൂടെ ഓക്കെ ആണെങ്കിൽ അവൻ ആ ടീമിൽ സെലക്ഷനും കിട്ടും. ഇതില് മലയാളം ഒന്നും പറ്റത്തില്ല. കേരള ഇതാണ് ഇതോടെ പുറത്തൊക്കെ ഡയറി. ഹലോ, ചോദിക്കേ അത് സ്വിമ്മിംഗ് പ്രോഗ്രാം ഉണ്ടോ? അയ്യോ അയ്യോ, കണ്ടുപോയതാണല്ലോ. കുഴപ്പമുണ്ടോ? നെറ്റ് പോയല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ, സാരമില്ല. ഇനി ലിങ്കുകളും ഉണ്ടല്ലോ, നമുക്ക് തപ്പാം. കൊച്ചവ ധൈര്യമായിട്ട് പൊക്കോ. കുറച്ചുകൂടെ ശരിയായില്ലേ കൊച്ചവേ? ക്ലബിലൊക്കെ സെലക്ഷൻ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നീന്തണം അല്ലേ? ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്തോളാം. അതാവുമ്പോ ക്ലബ് എനിക്ക് പറ്റും കൊച്ചവേ. അപ്പൊ നീ ഇത് എന്തറിഞ്ഞിട്ടാ? അപ്പൊ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അങ്ങനെ ഒരു ക്ലബ് ഉണ്ടോന്ന് പോലും. ഹലോ കൊച്ചവേ, ഞാനേ ഒരു ലിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ അപ്പൂപ്പിന്റെ കേസ്, അപ്പൂന്റെ കേസ്. കൊച്ചവ ഫ്രീ ആണെങ്കിൽ ഒന്നും കൂടെ വാ. ആ, അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടോ നോക്കട്ടെ. കണ്ടിട്ട് സംഗതി ജെനുവിനാണെന്നാ തോന്നുന്നു. പിന്നെ കൊച്ചവ ഡയലോഗ് ഇട്ട പോലെ ഇത് മത്സരമൊന്നുമല്ല. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാം. സംഗതി നടത്തുന്ന ബാംഗ്ലൂരിലെ ഒരു ക്ലബ്ബാ, സിറ്റിമെൻ ക്ലബ്. ഇതിൽ കിടക്കുന്ന വിവരം അനുസരിച്ച് ബാംഗ്ലൂരിൽ വെച്ചൊരു സെലക്ഷൻ ക്യാമ്പ് ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പിള്ളേരെ 10 ദിവസം ഇന്ത്യക്ക് വെളിയിൽ കൊണ്ടുപോയി പരിശീലനം കൊടുത്തു. അങ്ങനെ എന്തൊരു ദീപി വെച്ച പരിശീലനം. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലില്ല. ഫോൺ നമ്പർ ഒന്നുമില്ലേ? 08042225026. കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടെ നോക്ക്. ഡേറ്റ് ഡേറ്റ് സമയമുണ്ട്, 22. ഞാൻ മേടിച്ചിരിക്കായിരുന്നു. നാളെ മറ്റന്നാളോ വല്ലതും ആണോ? ഓക്കേ. ഇന്ന് 20 അല്ലേ? അതെ. അയ്യോ, മറ്റന്നാൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ മാസം തന്നെയല്ലേ നോക്കണം? ഈ മാസം തന്നെയാ തോന്നുന്നത്. ഒറ്റ കുത്തുവെച്ചെന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ മറ്റന്നാളല്ലേ ഉള്ളൂ. ഇന്നും നാളെ ഒക്കെ സമയം കിടക്കല്ലേ അല്ലേ? മറ്റന്നാളോ? യവനതൊന്നും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പൂനും ഈ കാര്യത്തെ കുറിച്ച് അറിയത്തില്ല. അതാ എനിക്കറിയായിരുന്നു ക്ലബിൽ പോകുന്ന കാര്യം. അതൊന്നും നടക്കത്തില്ല കൊച്ചവേ. അതും ബാംഗ്ലൂര്. ഇവിടെ നിന്ന് ആരും കൂടെ വരാനാ? അല്ല, അത് സാരമില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യവന് നീന്താനൊക്കെ അറിയാവോ? അയ്യോ, അപ്പൊ നല്ല അസലായിട്ട് നീന്തും. അതാ ഞാൻ ഇത്ര കാര്യമായിട്ട് ഇങ്ങോട്ട്. എന്നാലും അവനാദ്യം വെള്ളം പേടിയായിരുന്നു, ഇപ്പോഴും പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ നന്നായിട്ട് നീന്തും അമ്മ. ഇനി നീന്തി കപ്പ് ഇട്ടാ തന്നെ കുറവുള്ളൂ. കയറി പോടാത്ത. അല്ല, അതെ, അവന് കാര്യമായിട്ട് നീന്താന്ന് പറഞ്ഞൂടാ. കൊച്ചവ നാണം കിടത്തേ ഉള്ളൂ. കൊച്ചവ നാണം കിടത്തേ ഉള്ളൂ അല്ലയോ? കേറി പോടാത്ത.
കേറി പോവാൻ. ഞാൻ എന്തൊരു അപ്പൂ പിറുപിറുക്കരുത്. അവനെ എന്തിനാ ചീത്ത പറയുന്നേ? പിന്നല്ലാതെ അല്ല കൊച്ചവേ, അത് വേണോ? എന്റെ അഭിപ്രായത്തിൽ വേണോന്നാ. അവന്റെ നീന്തൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഓരോ പിള്ളേരെ കാത്തിരിക്കുക. അപ്പു നാളെ ഒരു ചാമ്പ്യനായി കൂടുന്നില്ല. അതിനുള്ള കഴിവ് അവനുണ്ട്. ചിലപ്പോ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാര് വിചാരിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ഞെട്ടിക്കുന്നത്. ശരിയായിട്ടുള്ള പരിശീലനം കിട്ടിയ ലോകമറിയുന്ന ഒരു പ്രതിഭയാവും അപ്പു. നമ്മുടെ പി ടി ഉഷയ്ക്കും ഷൈനി വിൽസനും ഇവിടെ പി യു ചിത്രയ്ക്കും വരെ അവരുടെ കഴിവുകൾ ലോകത്തെ അറിയിക്കാൻ സാധിച്ചത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാ. നമ്മുടെ അപ്പുവിന്റെ ഭാവിയെ മുന്നില് ആലോചിക്ക. പിന്നെ പൗലോ കോയിലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ അത് സാധിച്ചു തരാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. നമുക്ക് അസാധ്യമായിട്ടൊന്നും ഈ ലോകത്തില്ല. ഇഫ് യു വാണ്ട് സംതിങ്, the whole universe conspires in helping you achieve it. ആലോചിക്കുക. എന്നിട്ട് നാളെ രാവിലെ മറ്റോ തീരുമാനം പറഞ്ഞാൽ മതി. ഞാനവിടെ പറഞ്ഞിരുന്നല്ലോ, വന്നില്ലേ? അപ്പൂന്റെ അടുത്തേക്കാ. എന്തിനാ അപ്പു കരയുന്നത്? എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ കൊച്ചമ്മ ക്ലബിൽ കൊണ്ടുപോകാൻ സമ്മതിച്ച. അപ്പത്തേക്കും അമ്മ സമ്മതിക്കുന്നില്ല. അതെന്താ വല്യമ്മ സമ്മതിക്കാത്ത? പോ ചോദിക്ക്. കരയണ്ടപ്പൂ. ക്ലബിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചിലപ്പോ അപ്പ തന്നെ എവിടേക്കെങ്കിലും മത്സരത്തിന് ടീമിന്റെ കൂടെ വിട്ടേനെ. അപ്പൂന് പ്ലെയിനിൽ കയറാമായിരുന്നോ? പിന്നെ ടീമിനെടുത്ത് അപ്പൊ തന്നെ പ്ലെയിനിൽ കയറ്റും. പ്ലെയിനിൽ കയറാതെ പോകാൻ പറ്റത്തില്ലല്ലോ. വല്യമ്മ എന്താ അങ്ങനെ പറഞ്ഞല്ലോ? ഞാൻ അമ്മയ്ക്ക് അസൂയ കണ്ണൻ ചേട്ടനും. സാരമില്ല അപ്പു, വല്യമ്മ സമ്മതിക്കാം. നമുക്ക് താരക്കായി പൂവച്ച് പ്രാർത്ഥിക്കാം. എന്നാ നോക്കുന്നേ? താഴേക്കാവിൽ പൂവച്ച് പ്രാർത്ഥിച്ചോണ്ടല്ലേ അപ്പുവിന്റെ പേരും മാറിയതും പെട്ടെന്ന് ഇന്നലെ പിടിക്കാൻ പറ്റിയതും. ഇതെവിടുന്നാ? ഇത് കണ്ണൻ ചേട്ടന്റെയാ. അയ്യോ, അതിനിപ്പോ എന്താ അത്ര ആലോചിക്കാൻ? കൊച്ചു എന്തായാലും കാര്യമില്ലാത്ത കാര്യത്തിന് പറയത്തില്ലെന്ന് അറിയാമല്ലോ. അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നേ. അവൻ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെന്നേ. അമ്മ എന്തേ ഈ പറയുന്നേ? ഇത്രയും കാലം വെള്ളം കണ്ട പേടിച്ചിടുന്ന ചെക്കനാ ഇനിയിപ്പോ പോയി നീന്തൽ തരാവാൻ പോന്നെ. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കേട്ടിട്ടില്ലേ ഈ പൗലോ കോയിലോ പറഞ്ഞിരിക്കുന്നത് എന്താന്ന്? നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഈ ലോകം മുഴുവൻ കൂടെ ഉണ്ടാവുന്നു. If you want something, the universe is, that is all is. അത് തന്നെ, അത് തന്നെ. ബാംഗ്ലൂർ പോകുമ്പോഴേ ഇതേപോലെ പെർഫോം ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. കൊച്ചവേ, ഇതുവരെ ലൈൻ കിട്ടിയിട്ടില്ല. നിന്റെയൊക്കെ കയ്യിലിരിപ്പിന് കിട്ടൂലടാ. എല്ലാരും കൂടെ ഒരു റൗണ്ട് പോയിട്ട് വാ. അതെ, മുങ്ങാങ്കുഴി ഇടുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് കഴിവത് ഇന്ന് എന്നെ പൊങ്ങി വരാൻ നോക്കുക. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇറങ്ങിയെന്നുണ്ടെങ്കിൽ അവരെടുക്കാതിരിക്കില്ലല്ലോ. വേറെ ഫോൺ നമ്പർ ആണെങ്കിൽ കൊടുത്തിട്ടുമില്ല. ഇനിയിപ്പോ എടുത്തില്ലെങ്കിൽ എന്നാ ചെയ്യും? ഒരു വിധത്തിൽ അപ്പുന്റെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടിയ കണ്ടില്ലേ, അവനാണ് ഭയങ്കര സന്തോഷത്തിലും. പിന്നെയും പിന്നെ അവൻ ആശ കൊടുത്തോണ്ടിരിക്കുക. കിട്ടുമായിരിക്കും. അല്ല, കിട്ടിയാൽ തന്നെ ബാംഗ്ലൂർ എങ്ങനെ പോനെ? അല്ല, അതിനെന്തായാലും നീ കുറഞ്ഞ ഒരു 12,000 രൂപയെങ്കിലും ഒപ്പിക്കണം. എന്നാ പിന്നെ കുറച്ചുകൂടി സംഘടിപ്പിച്ച് 5,000 രൂപയുടെ മറ്റേ പരിപാടി സെറ്റ് ചെയ്താലോ? ഏത് കൊച്ചി തിരുവനന്തപുരം? അതാകുമ്പോ ഇത്ര ടെൻഷനും ഇല്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. എന്നിട്ട് സെലക്ഷൻ ക്യാമ്പിന് നീ പോവോ?
എടാ നീയും കണ്ടല്ല അപ്പൂന് നീന്തല്. അവിടെ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയ അപ്പു എത്തിപ്പെടാൻ പോകുന്നതേ. നീ ഒന്നും അതെ നമ്മള് തുടങ്ങിയത് അവനെ പ്ലെയിനെ കയറ്റാറില്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ബാംഗ്ലൂർ സെലക്ഷൻ കിട്ടിയാൽ പ്ലെയിനിൽ കയറാലോ. അത് കയറാം. 5000 രൂപ ചിലപ്പോ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷെ ഇങ്ങനെ ഒരു അവസരം അത് അവന് കിട്ടാതിരുന്നുകൂടാ. നോ രക്ഷ. കിട്ടുമായിരിക്കും. ഏതായാലും ഈ വലിയ ക്ലബൊക്കെ ആകുമ്പം ഫോൺ എടുക്കണമെന്നൊരു ഉത്തരവാദിത്തം കാണില്ലേ? നീയൊക്കെ വിളിക്കുന്നെന്ന് അവര് അറിഞ്ഞായിരിക്കും. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അഡ്രസ് ഉണ്ടല്ലോ, നേരെ ബാംഗ്ലൂരിലോട്ട് ചെല്ലണം. അതൊക്കെ നടപടിയുള്ള കാര്യമാണ്. എന്തോ എന്റെ നടപടി ഇല്ലാത്ത മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പ്രകൃതി പോലും കൂട്ടിവെക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അപ്പൊ കൈലി പോയി തോറ്റു, കൈലി പോയി തോറ്റ്, കൈലി പോയി തോറ്റ്, കൈലി പോയി തോറ്റ്, കൈലി കൊല്ലി തോറ്റ്. 33 കോടി ദൈവങ്ങൾക്ക് അധിപനാടാ സൂര്യൻ. ചതിച്ചോ എന്റെ ദൈവമേ? ഏയ് ഒന്നും പറ്റി കാണില്ല. ഇവരെന്തേലും പറ്റുന്നതിലല്ല പ്രശ്നം. വൈകിട്ട് ഷാപ്പിൽ കണക്ക് പറഞ്ഞേപ്പിക്കേണ്ട കള്ള അത് മൊത്തം പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. പൗലോ കോയിലോ പറഞ്ഞത് കറക്റ്റ് ആടാ.